ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. 4 പതിറ്റാണ്ടുകാലമായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാൽ ബറോസ് എന്ന ചിത്രത്തിലൂടെ ആദ്യമായി സംവിധാന രംഗത്തേക്കും കടന്നിരിക്കുകയാണ്. തന്റെ മകൻ പ്രണവിനെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. പ്രണവ് അവന്റെ ജീവിതം ആസ്വദിക്കുകയാണെന്ന് മോഹൻലാൽ പറഞ്ഞു. സ്കൂളിൽ ഞാൻ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. പ്രണവും അതേപോലെ തന്നെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. പക്ഷേ പ്രണവിന് അവന്റേതായ ജീവിതമുണ്ട്. അവനെ ഒത്തിരി സിനിമകൾ ചെയ്യാൻ ഇഷ്ടമല്ല. യാത്ര ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരു സിനിമ ചെയ്യും. അത് പ്രണവിന്റെ ചോയ്സ് ആണ്. ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല. അവൻ ജീവിതം ആസ്വദിക്കട്ടെ. ഡിഗ്രി പൂർത്തിയാക്കിയ ശേഷം ഇഷ്ടമുള്ളത് ചെയ്യൂ എന്നാണ് എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. പ്രണവിന്റെ പ്രായത്തിൽ എനിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമായിരുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. പ്രണവിനെ കുറിച്ച് അഭിമുഖത്തിൽ സുഹാസിനിയും സംസാരിച്ചു. പ്രണവിനോടൊപ്പം അഭിനയിച്ച ശേഷം നിങ്ങളുടെ മകൻ നല്ല ആക്ടറാണ്, നന്നായി പെരുമാറുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെയല്ലേ എന്ന് താങ്കൾ ചോദിച്ചിരുന്നുവെന്ന് സുഹാസിനി മോഹൻലാലിനെ ഓർമ്മിപ്പിച്ചു. പ്രണവിനെ കുറിച്ച് മറ്റൊരു ഓർമ്മയും സുഹാസിനി പങ്കുവച്ചു. മണിരത്നം മമ്മൂട്ടിയോട് കഥ പറയാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. ഒരു ചെറിയ പയ്യൻ അങ്ങോട്ട് വന്നപ്പോൾ ഒരു വടിയെടുത്ത് അവനെ ഓട്ടിച്ചു. ആരാണ് ആ പയ്യനെന്ന് ചോദിച്ചപ്പോൾ അവൻ പ്രണവ്, മോഹൻലാലിന്റെ മകനാണെന്ന് പറഞ്ഞു. സ്വന്തം മകനെ പോലെ 2 അടി പോലും അവന് അന്ന് മമ്മൂട്ടി കൊടുത്തുവെന്നും സുഹാസിനി ചിരിയോടെ ഓർമ്മിപ്പിച്ചു. ഇത് കേട്ട് മോഹൻലാലും ചിരിച്ചു. മലയാള സിനിമാ രംഗത്ത് അഭിനേതാക്കൾ ഒരു കുടുംബം പോലെയാണെന്ന് നടൻ പറഞ്ഞു. മലയാളത്തിൽ ഞങ്ങൾ ഒത്തിരി പേർ പരസ്പരം വ്യക്തിപരമായ പ്രശ്നങ്ങൾ സംസാരിക്കും. ഞങ്ങളെ കൊണ്ട് പറ്റുന്നതുപോലെ പരസ്പരം സഹായിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു. പൃഥ്വിരാജുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പൃഥ്വിരാജിന്റെ അച്ഛനോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മ എനിക്ക് സഹോദരിയെ പോലെയാണ്. ചെറുപ്പകാലത്ത് ഞാൻ അവിടെ താമസിച്ചിട്ടുണ്ട്. സംവിധായകൻ എന്ന നിലയ്ക്ക് ഒരു അഭിനേതാവിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പൃഥ്വിരാജിനെ നന്നായിട്ടറിയാം. എല്ലാ സംവിധായകർക്കും അത് അറിയാമെങ്കിലും അദ്ദേഹത്തിന് അതിൽ ഒരു പ്രത്യേക കഴിവുണ്ട്. അദ്ദേഹത്തിന് ഷോട്ടിൽ എന്തൊക്കെയാണോ വേണ്ടത് അത് ലഭിക്കുന്നതുവരെ ആവശ്യപ്പെടും. സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജ് ചരിത്രം സൃഷ്ടിക്കുമെന്ന് ഞാൻ കരുതുന്നുവെന്നും മോഹൻലാൽ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.